ഇത്രയും വിപുലീകരിക്കുന്ന ഏത് സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ഡയറി ഫാം തുടങ്ങണം, പിന്നെ പ്ലാന്റ് തുടങ്ങണം, ഒരു ബ്രാൻഡിങ്ങിലോട്ട് എത്തിയ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു? ലക്ഷ്യം അത് മാത്രം തന്നെയല്ലോ. അപ്പൊ ഞാൻ ഈ ഓളിയം ഈ അതായത് 2 പശുക്കളൊന്ന് 300 പശുക്കളോളമായി. അപ്പൊ ഞാനിപ്പോ കോവളം ഏരിയയിലാണ് ആദ്യം ഞാൻ സെയിൽ ചെയ്തിരുന്നത്. ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് സെയിൽ ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷം പ്രോബ്ലങ്ങളുണ്ടായി. ഇതിനെ അനുകരിച്ച് പലരും പാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ, അതായത് ഷോപ്പിൽ നിന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഓരോരുത്തർ തുടങ്ങി, അപ്പോൾ ബ്രാൻഡിങ് വേണം. പേരും അറിയത്തില്ലല്ലോ നമുക്ക് എന്ത് പേരിടണം, പക്ഷേ അമ്മയുടെ പേര് തന്നെ വേണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇന്ദിരാദേവി എന്നുള്ളത് ഇടാൻ പറ്റത്തില്ല. ഇടാൻ പറ്റും അന്ന് എനിക്ക് അങ്ങനത്തെ ചിന്തയില്ല മീൻസ് എനിക്ക് അതൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അമ്മയുടെ പേര് തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് ഒരു ചെറിയ ബ്രാൻഡായിട്ട് ഒരു ഐയും ഡിയും, ഇന്ദിരയുടെ ഐയും ദേവിയുടെ ഡിയും, അങ്ങനെയാണ് ID മിൽക്ക് എന്നുള്ള ബ്രാൻഡ് ഇടുന്നത്, ഷോർട്ട് ഫോം ആയിട്ട്. അതൊരു ബ്രാൻഡായി മാറുമെന്നോ അല്ലെങ്കിൽ ഇത് ആൾക്കാർ സ്വീകരിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല.